ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഭയയുടെ പ്രെയർ സോങ്ങോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അഭയ കേൾക്കാം. വീഡിയോ ഓൺ ആക്കിയിട്ട് പാടണേ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം, അറിവുകൾ പകരുന്നിധധ്യാപകർ, തണലായി നിൽക്കുന്നിതച്ഛൻ, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. ആയിൽ തുടങ്ങുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം, അറിവുകൾ പകരുന്നിതധ്യാപകർ, തണലായി നിൽക്കുന്നിതച്ഛൻ, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം, നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. ഓക്കെ, വെരി ഗുഡ്. മനോഹരമായിട്ട് പാടി ഭയ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്, ഞാനിതാ വരുന്നു. ആരോ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ വരെ പഠിച്ചു. പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ കേൾക്കാമല്ലോ? ശരി, ഓക്കെ. അപ്പോൾ സ്ക്രീനും നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഴ്സസ് ഓഫ് ഫണ്ട്സിൽ പ്രിഫറൻസ് ഷെയർ വരെയാണ് പഠിച്ചത്. പ്രിഫറൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മുൻഗണന എന്നാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. വിവിധ തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകളുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചാണ് നമ്മളിന്ന് ആദ്യമായിട്ട് പഠിക്കുന്നത്. വളരെ എളുപ്പമുള്ളതാണ്. അപ്പം അല്പം നമ്മൾ ഓർമ്മിച്ചിരുന്നാൽ മതി. എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, വിവിധ തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് 6 തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകളാണ്. ഒന്ന് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ കുന്നുകൂടുക അല്ലേ? അക്യുമുലേറ്റ് ചെയ്യുക, അതാണ് ക്യുമുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ക്യുമുലേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ പ്രിഫറൻസ് ഷെയറുകൾക്ക് ഡിവിഡൻഡ് കിട്ടുന്നത്, ഒരു വർഷം ലാഭം കിട്ടുകയാണെങ്കിൽ
ആ വർഷം എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് റേറ്റിലുള്ള ഡിവിഡൻഡ് ലാഭവിഹിതം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു വർഷം ലാഭം കിട്ടിയില്ലെങ്കിലോ സാധാരണ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണെങ്കിൽ കിട്ടാത്ത മാസത്തെ ഡിവിഡൻഡ് തൊട്ടടുത്ത മാസം റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഒരു മാസം ലാഭം കിട്ടിയാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ കൊടുക്കുന്നതിന് മുൻപ് മുൻഗണനാ ക്രമത്തിൽ ആർക്ക് കിട്ടും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. പക്ഷെ ഒരു മാസം പ്രോഫിറ്റ് ഇല്ലെങ്കിലോ? ഒരു മാസം പ്രോഫിറ്റ് ഇല്ല എങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് കിട്ടില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. കാരണം എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കമ്പനി ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് അല്ലേ, ലോണുകളും മറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവർക്ക് കൊടുക്കാനുള്ള പലിശകളും ഇതൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന തുകയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് അല്ലേ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം പിന്നെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇതെങ്ങനെയാണ് നോർമലായിട്ടുള്ള ഒരു ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഷെയറാണ്. ഈ ഷെയറിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ഗുണമെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു മാസം പ്രോഫിറ്റ് ഇല്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ ഡിവിഡൻഡ് കിട്ടില്ല അല്ലേ. ആ മാസം കിട്ടില്ല, തൊട്ടടുത്ത മാസം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ മാസം കിട്ടില്ല, അതിൻ്റെ അടുത്ത മാസം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ മാസത്തെ ഡിവിഡൻഡ് മാത്രം കിട്ടും. അല്ലാതെ കിട്ടാത്ത മാസങ്ങളിലെ ഡിവിഡൻഡ് കുടിശ്ശികയായിട്ട് കിട്ടില്ല. ഇതാണ് സാധാരണഗതിയിലുള്ള സാധാരണ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ. എന്നാൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും മാസം ഡിവിഡൻഡ് ലാഭമില്ലാത്തതുകൊണ്ട് ഡിവിഡൻഡ് കിട്ടിയില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അല്ലേ, സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ മാസം കിട്ടാത്ത കുടിശ്ശിക അതും കൂടെ റിസീവ് ചെയ്യാനുള്ള അവകാശം ഉള്ള പ്രിഫറൻസ് ഷെയർസിനെയാണ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ചുരുക്കം അത്രയേ ഉള്ളൂ. കുടിശ്ശിക, ഒരു മാസം ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിൽ ആ കിട്ടാത്ത കുടിശ്ശിക തൊട്ടടുത്ത മാസം അല്ലെങ്കിൽ പിന്നീട് ഏത് മാസമാണോ പ്രോഫിറ്റ് കിട്ടുന്നത് ആ മാസം റിസീവ് ചെയ്യാനുള്ള റൈറ്റ് അവകാശമുള്ള പ്രിഫറൻസ് ഷെയറുകളാണ് ക്യുമുലേറ്റീവ്. നമുക്കറിയാം ക്യുമുലേറ്റ് ചെയ്യുക, കുന്നുകൂടുക അല്ലേ. ഒരു മാസം കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത മാസം 2 മാസത്തെ കിട്ടും. ആ മാസവും പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഡിവിഡൻഡ് കിട്ടുമ്പോൾ കുടിശ്ശിക ഉൾപ്പെടെ 3 മാസത്തെ ഒരുമിച്ച് കിട്ടും അല്ലേ. തൊട്ട് മുമ്പുള്ള 2 മാസവും പിന്നെ ആ മാസത്തെയും. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രത്യേകത. നോക്കാം. ദേ ഹാവ് ദ റൈറ്റ് ടു എൻജോയ് അൺപെയ്ഡ് ഡിവിഡൻഡ്. അൺപെയ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏത് മാസമായിരിക്കും അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാത്തത്? ഇൻ ദി ഇയർ ഓഫ് ലോസ് ഓർ ഇനാഡിക്വേറ്റ് പ്രോഫിറ്റ്. ചിലപ്പോൾ നഷ്ടമുള്ള മാസമായിരിക്കും, അല്ലെങ്കിൽ കിട്ടിയ ലാഭം ഒന്നിനും തികഞ്ഞില്ല അല്ലേ. ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തപ്പോഴേ തന്നെ തീർന്നു ലാഭം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളായിരിക്കും സാധാരണ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാതെ വരുന്നത് അല്ലേ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാതെ വരുന്ന ഡിവിഡൻഡ് ഭാവിയിൽ അല്ലേ തുടർന്നുള്ള വർഷങ്ങളിൽ കുടിശ്ശിക അടക്കം റിസീവ് ചെയ്യാനുള്ള അവകാശമുള്ള ഷെയർസാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഈ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലോ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിൾ. ഈ പറഞ്ഞ എന്താണ് കുടിശ്ശിക റിസീവ് ചെയ്യാൻ അവകാശം ഇല്ലാത്ത ഷെയറുകളാണ് നോൺ ക്യുമുലേറ്റീവ്. ഇപ്പോൾ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു മാസം പ്രോഫിറ്റ് കിട്ടിയാൽ ആ മാസത്തെ ഡിവിഡൻഡ് കിട്ടും. ഇനി ഒരു മാസം പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലോ ആ മാസം ഡിവിഡൻഡ് ഇല്ല. തൊട്ടടുത്ത മാസം പ്രോഫിറ്റ് കിട്ടി എങ്കിൽ ആ മാസത്തെ മാത്രം ഡിവിഡൻഡ് കിട്ടും. തൊട്ട് മുമ്പത്തെ കിട്ടാത്ത മാസത്തെ ഡിവിഡൻഡ് എന്ത് ചെയ്യില്ല, കുടിശ്ശികയായിട്ട് കിട്ടില്ല, അതിനുള്ള അവകാശം ഇല്ല. പിന്നെ അതാണ് ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ്, പേര് കേൾക്കുമ്പോഴേ അറിയാം പങ്കെടുക്കുക അല്ലേ. പാർട്ടിസിപ്പേറ്റിംഗ് സാധാരണഗതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിലുള്ള പ്രിഫറൻസ് ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പ്രിഫറൻസ് ഷെയറുകൾക്ക് എന്ന് വെച്ചാൽ ഫിക്സഡ് ആയിട്ട് ഒരു റേറ്റ്, ഒരു നിശ്ചിത നിരക്കിലുള്ള ലാഭവിഹിതം എല്ലാ മാസവും കിട്ടും. പക്ഷേ ഒരു മാസം കമ്പനിക്ക് ഹ്യൂജ് പ്രോഫിറ്റ്, വളരെ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. ആ മാസം നോർമൽ കേസിൽ പ്രിഫറൻസ് ഷെയർസിന് ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡേ കിട്ടുള്ളൂ അല്ലേ. പക്ഷേ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡിന് പുറമേ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഉൾപ്പെടെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം
ബാക്കി പ്രോഫിറ്റ് വരികയാണെങ്കിൽ, സർപ്ലസ് പ്രോഫിറ്റ് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം കൂടെ, അപ്പോൾ നോർമലായിട്ട് കിട്ടുന്ന ഡിവിഡൻറ്റിന് പുറമേ കൂടുതലായിട്ട് വരുന്ന ലാഭം, അല്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷവും ബാക്കി കുറച്ച് ലാഭം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് കൂടെ റിസീവ് ചെയ്യാൻ അവകാശമുള്ള ഷെയർ ഹോൾഡേഴ്സാണ് പാർട്ടിസിപ്പേറ്റിംഗ് പേര് കേൾക്കുമ്പോൾ. അപ്പോൾ യൂഷ്വൽ ഫിക്സഡ് റേറ്റ് ഡിവിഡൻറ്റിന് പുറമെ സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൂടെ റിസീവ് ചെയ്യാൻ അവകാശമുള്ള പ്രിഫറൻസ് ഷെയറുകളാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ അവകാശമില്ല. അവർക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന ഡിവിഡൻറ്റ് മാത്രമേ, ഫിക്സഡ് റേറ്റിലുള്ള അതിന് മാത്രമേ അവകാശമുള്ളൂ. അല്ലാതെ സർപ്ലസ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ റിസീവ് ചെയ്യാൻ അവകാശം ഇല്ലാത്ത പ്രിഫറൻസ് ഷെയറുകളാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് പ്ലസ് ഷെയർ ഇൻ ദ സർപ്ലസ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റിന് പുറമേ കമ്പനിക്ക് ഉള്ള സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കൂടെ റിസീവ് ചെയ്യാൻ അവകാശമുള്ള പ്രിഫറൻസ് ഷെയറുകളാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിലോ ഈ അവകാശം ഇല്ല. മേൽപ്പറഞ്ഞ അവകാശം ഇല്ലാത്ത എന്ന് വെച്ചാൽ അവർ ഫിക്സഡ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റ് മാത്രം കിട്ടും. അല്ലാതെ സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടാനുള്ള അവകാശം ഇല്ലാത്ത ഷെയർസാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. എന്താണ് കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്? കൺവെർട്ടിബിൾ, ആ പേര് കേൾക്കുമ്പോഴേ അറിയാം. കൺവെർട്ട് ചെയ്യുക, എന്താണ് കൺവെർട്ട് ചെയ്യുക? മാറ്റുക, അല്ലേ? കൺവെർട്ട് ചെയ്യുക, മാറ്റുക എന്നാണ് അർത്ഥം. ഒരു നിശ്ചിത, നമുക്കറിയാം പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും രണ്ടും രണ്ട് തരത്തിലുള്ള ഷെയറുകളാണ്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് കയ്യിൽ വെച്ചിരിക്കുന്ന ആളിന് ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റ് കിട്ടും. ഇനി ഇക്വിറ്റി ഷെയർ കയ്യിൽ വെച്ചിരിക്കുന്ന ആളിന് ഓട്ടവകാശമുണ്ട്. കൂടാതെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഡിവിഡൻറ്റ്, ബാക്കി എന്തെങ്കിലും ലാഭത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ ഡിവിഡൻ്റായിട്ട് റിസീവ് ചെയ്യാനുള്ള അവകാശവും ഉള്ളവരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്നറിയപ്പെടുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അവർക്കാണ് ഓട്ടവകാശമുള്ളത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഓട്ടവകാശം ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് നോർമൽ കേസിൽ. കാര്യം രണ്ടും രണ്ട് തരത്തിലുള്ള ഷെയർ ആണല്ലോ. എന്നാൽ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഒരു നിശ്ചിത കാലയളവ്, ഒരു പീരീഡ് പറഞ്ഞിരിക്കും. ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറുകളെയാണ് കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നറിയപ്പെടുന്നത്. ദീസ് ഷെയർസ് ക്യാൻ ബി കൺവെർട്ടഡ് ഇൻറ്റു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ, 5 വർഷമോ 3 വർഷമോ 10 വർഷമോ, അത് നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയറുകളെയാണ് കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നറിയപ്പെടുന്നത്. നോൺ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് അപ്പോൾ എന്തായിരിക്കും? മേൽപ്പറഞ്ഞ ആ ഒരു പ്രത്യേക അവകാശം ഇല്ലാത്ത തരത്തിലുള്ള പ്രിഫറൻസ് ഷെയറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയറുകളെയാണ് നോൺ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സാധാരണ പ്രിഫറൻസ് ഷെയറുകളെല്ലാം നോൺ കൺവെർട്ടിബിൾ ആണ്. ഇനി കൺവെർട്ടിബിൾ എന്ന് വെച്ചാൽ നമ്മളത് പ്രത്യേക തരത്തിലുള്ളതാണ്. ആ തരത്തിലുള്ളത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്കതിനെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇത്രയുമാണ്, പ്രധാനമായിട്ടും ഇത്രയാണുള്ളത്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, കുടിശ്ശിക, ഏതെങ്കിലും മാസം ഡിവിഡൻറ്റ് ഇല്ലെങ്കിൽ അത് കുടിശ്ശിക തൊട്ടടുത്ത മാസങ്ങൾ റിസീവ് ചെയ്യാനുള്ള അവകാശമുള്ള പ്രിഫറൻസ് ഷെയർസ്. നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ കുടിശ്ശിക റിസീവ് ചെയ്യാനുള്ള അവകാശം ഇല്ലാത്ത, അല്ലേ, അരിയർ ഓഫ് ഡിവിഡൻറ്റ് റിസീവ് ചെയ്യാൻ അവകാശമില്ലാത്ത പ്രിഫറൻസ് ഷെയറുകൾ. പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിലോ യൂഷ്വലി സാധാരണ കിട്ടുന്ന ഡിവിഡൻറ്റിന് പുറമേ സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കൂടെ, ഒരു ഷെയർ കൂടെ റിസീവ് ചെയ്യാൻ അവകാശമുള്ള പ്രിഫറൻസ് ഷെയർസാണ് പാർട്ടിസിപ്പേറ്റിംഗ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണെങ്കിലോ ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻറ്റ് മാത്രം റിസീവ് ചെയ്യാൻ, അല്ലാതെ സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഷെയർ റിസീവ് ചെയ്യാനുള്ള അവകാശം ഇല്ലാത്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്, ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറുകളെ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നറിയപ്പെടും.
ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയറായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയറുകളെ നോൺ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് അറിയപ്പെടും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, അത് ഓക്കെ. അപ്പോൾ ഇതിൽ എന്താണ് കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ്? അനശ്വര പറയൂ. അനശ്വര പറയുമ്പോൾ വീഡിയോ ഓൺ ആയിക്കൊള്ളേ, എന്നിട്ട് ഓഫ് ആയിക്കൊണ്ടാൽ മതി. അനശ്വര എന്താണ് അനശ്വര കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നതുകൊണ്ട് മനസ്സിലാക്കിയത്? ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം ഇക്വിറ്റി ഷെയർ ഓക്കെ വെരി ഗുഡ്, കറക്റ്റാണ് ആൻസർ. അതിനകത്ത് അത്രയും കേട്ടാൽ മതി, കാരണം അതിൽ അതിൻ്റെ ആൻസർ അതിലുണ്ട്. വെരി ഗുഡ്, ഓക്കെ അനശ്വര. പിന്നെ വീഡിയോ നിങ്ങൾ എപ്പോഴും ഓണാക്കി വയ്ക്കാൻ പറയുന്നില്ല, ഡാറ്റയുടെ വിഷയമുണ്ട്. നിങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ആൻസർ ചോദിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കി വയ്ക്കിച്ചിട്ട് പറയുക, അത് കഴിയുമ്പോൾ ഓഫാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കൺവെർട്ടിബിൾ? ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നവ, അല്ലെ? നോൺ കൺവെർട്ടിബിൾ ആകുമ്പോൾ പറ്റാത്തവ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ വെരി ഗുഡ്, ഓക്കെ അനശ്വര. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, ഷിൻഡോ പറയൂ, എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അത് വിഷയമൊന്നുമില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരും, അത്രയേ ഉള്ളൂ. ഷിൻഡോ പറയൂ, എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്? നിങ്ങളത് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കി ലൈനിൽ വരിക, ബാക്കി പറയുന്ന കാര്യം പിന്നെ. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ശ്രുതി പറയൂ, എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്? പറയൂ ശ്രുതി, പറഞ്ഞോളൂ. പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് അതെ ചെയ്യാൻ പറ്റുന്നത്. പാർട്ടിസിപ്പേറ്റ് ഫിക്സഡ് ഡിവിഡൻഡിൻ്റെ കൂടെ സർപ്ലസ് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം കൂടെ, അല്ലേ, റിസീവ് ചെയ്യാൻ പറ്റുന്നവയാണ് പാർട്ടിസിപ്പേറ്റ്. ഓക്കെ നിങ്ങൾ വീഡിയോ ഓണാക്കി, നിങ്ങളാരും ഓണാക്കുന്നില്ല കേട്ടോ, നിങ്ങൾ ആ സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് മാഹിൻ. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്താണ് മാഹിൻ ഉദ്ദേശിക്കുന്നത്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത് മാഹിന് അറിയാമെങ്കിൽ പറയുക, എന്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്? പറയുമ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കി അറ്റൻഡ് ചെയ്യുക, ഉത്തരം പറയുന്നത് പിന്നത്തെ കാര്യമല്ലേ. എന്താണ് മാഹിൻ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? മാഹിൻ. ഓക്കെ, ധീരജ് പറയൂ, ധീരജ്, എന്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ ഉത്തരം പറയുന്ന പിന്നത്തെ കാര്യം. ധീരജ് ലൈനിലില്ലേ? ധീരജ് ഉണ്ടല്ലോ ഇപ്പോൾ ക്ലാസ്സിൽ. അനിത പറയൂ, അനിത പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അനിത ഇപ്പോൾ റിലേറ്റഡ് കയറിയതാ? ഓക്കെ, നമുക്ക് ബാക്കി പഠിക്കാം. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ സോഴ്സ് ഓഫ് ഫണ്ട്സിൽ 7 എണ്ണം പഠിച്ചു. 8ാമത്തേത് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിൻ്റെ മലയാളം എന്ന് പറയുന്നത് കടപ്പത്രം. ഒരു കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള ധനം, ഫിനാൻസ്, ഫണ്ട് വ്യത്യസ്തങ്ങളായ സോഴ്സിലൂടെ അവർ കളക്ട് ചെയ്യാറുണ്ട്. അതിൽ 8ാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് കടപ്പത്രം ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുക. എന്താണ് കടപ്പത്രം എന്ന് പറയുന്നത്? കമ്പനി എന്ത് ചെയ്യുന്നു? ആൾക്കാരെ നിന്ന് ഒരു നിശ്ചിത തുക കടം വാങ്ങിക്കുന്നു. ആ കടം വാങ്ങിക്കുന്ന തുകയ്ക്ക് കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു രസീത് ആൾക്കാർക്ക് കൊടുക്കുന്നു. ആ രസീതിൽ അല്ലെങ്കിൽ ആ അക്നോളജ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പലിശ നിരക്ക് എത്രയാണെന്നും തിരിച്ചു നൽകുമ്പോൾ എത്ര രൂപയായിട്ട് ആണ് തിരിച്ചു നൽകുന്നതെന്നും എത്ര പീരീഡ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു നൽകുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഏതിൽ പറഞ്ഞിരിക്കും?
ആ രസീതിൽ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ആ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, ഇത്രയും തുക നമ്മുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് കമ്പനി നൽകുന്ന ഒരു രസീത്, ഒരു രേഖയാണ് കടപ്പത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു കമ്പനി കടപ്പത്രം ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും അവർ പരസ്യം ചെയ്യും. അപ്പോൾ നല്ല വെൽ റെപ്യൂട്ടഡ് ഫേമുകളാണെങ്കിൽ മാത്രമാണ് ആൾക്കാർ കൂടുതൽ താല്പര്യം എടുക്കുന്നത് ഡിബെഞ്ചർ വാങ്ങിക്കുവാൻ. അപ്പോൾ ഡിബെഞ്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാസാമാസം കൃത്യമായിട്ട് ഒരു നിശ്ചിത നിരക്കുള്ള പലിശ നമുക്ക് കിട്ടും ഡിബെഞ്ചർ വാങ്ങിക്കുന്ന വ്യക്തിക്ക്. ഉദാഹരണത്തിന് 10,000 രൂപ വിലയുള്ള ഡിബെഞ്ചറാണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പത്രത്തിലൂടെ ഇക്കാര്യം അറിഞ്ഞ ഞാൻ ഒരാൾ എന്ത് ചെയ്യുന്നു, കമ്പനിയുമായിട്ട് ബന്ധപ്പെടുകയും 10,000 രൂപ കമ്പനിക്ക് നൽകുമ്പോൾ കമ്പനി ഇതെന്ത് ചെയ്യുന്നു, ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ് ആർക്ക് നൽകും, പൈസ നൽകിയ വ്യക്തിക്ക്. ആ ഡിബെഞ്ചർ കയ്യിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ഡിബെഞ്ചർ ഹോൾഡർ എന്ന് വിളിക്കും. അദ്ദേഹം കമ്പനിയുടെ ക്രെഡിറ്ററാണ്. ആരാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്? ആർക്കൊക്കെയാണോ കമ്പനി പൈസ കൊടുക്കാനുള്ളത്, തുക കൊടുക്കാനുള്ളത്, അവരെല്ലാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റേഴ്സാണ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എഴുതും. എന്തുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതുന്നത്? കമ്പനി കൊടുക്കാനുള്ളതെല്ലാം ബാധ്യതകളാണ് അല്ലേ, കിട്ടാനുള്ളതെല്ലാം അസറ്റുമാണ്. അതുകൊണ്ട് ആൾക്കാരിൽ നിന്ന് കടത്തിന് കൊടുത്ത് കളക്ട് ചെയ്ത് കിട്ടാനുള്ള തുകയാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ നമ്മൾ എഴുതും, കാര്യം ആസ്തി കിട്ടാനുള്ളതാണ്. അതേ സമയത്ത് വ്യത്യസ്ത രീതിയിൽ കടം വാങ്ങിച്ചിട്ടുള്ള തുക അതെല്ലാം കമ്പനി തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ. അപ്പോൾ അതെല്ലാം ബാധ്യതകളാണ് അല്ലേ. അതുകൊണ്ട് അതിന് ക്രെഡിറ്റേഴ്സ് അല്ലെ ക്രെഡിറ്റ് എന്ന് പറയും. അത് ലയബിലിറ്റി സൈഡിലാണ് എഴുതുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താണ് ഡിബെഞ്ചർ? ഇൻ സിമ്പിൾ മീനിങ്, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഡിബെഞ്ചർ ഈസ് എ റിട്ടൺ ഡോക്യുമെൻ്റ് ഓഫ് ഡെപ്റ്റ്. കടം വാങ്ങിക്കുന്നതിന് പകരമായിട്ട് കമ്പനി എഴുതി നൽകുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. കടപ്പത്രം, മലയാളം എന്ന് പറയുന്നത് കടപ്പത്രമാണ് ഡിബെഞ്ചറിൻ്റെ. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. എന്താണ് റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്? കടം വാങ്ങിച്ചു അല്ലേ, ഇന്ന വ്യക്തിയിൽ നിന്നും ഇത്രയും രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് എഴുതി നൽകുന്ന ഒരു രസീത് അല്ലേ. ഒരു കമ്പനി ആരിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അയാൾക്കായിരിക്കും എന്ത് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. വിച്ച് കണ്ടെയ്ൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ അക്നോളജ്മെൻറ്റിൽ അല്ലെങ്കിൽ ആ രസീതിൽ അടങ്ങിയിരിക്കുന്നത്? ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ മാസാമാസം അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ പലിശ നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതും അതിൻ്റെ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലേ. എന്ന് വെച്ചാൽ 10,000 രൂപ കൊടുത്താണ് ഡിബെഞ്ചർ വാങ്ങിച്ചെങ്കിൽ ആ 10,000 രൂപ, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്, അത് തിരിച്ചു കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളുമായിരിക്കും ഡിബെഞ്ചറിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എ കമ്പനി ക്യാൻ ഇഷ്യൂ ഡിബെഞ്ചേഴ്സ് ഇഫ് പെർമിറ്റഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഒരു കമ്പനിക്ക് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണെങ്കിൽ മാത്രം കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും ഇക്കാര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, പെർമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം. അല്ലാതെ ചുമ്മാ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിൾസിലും ഇതിനുള്ള പെർമിഷൻ, അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാം, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യാം. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്നത് ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിക്കുന്നതിന് തുല്യമാണ്. അതിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ പകരമായിട്ട് കമ്പനി ഒരു നിശ്ചിത നിരക്കിലുള്ള പലിശയാണ് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡർക്ക് നൽകുന്നത്. എ പേഴ്സൺ ഹൂ ഹോൾഡ്സ് ദ ഡിബെഞ്ചർ ഈസ് കോൾഡ് ഡിബെഞ്ചർ ഹോൾഡർ. ഡിബെഞ്ചർ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഡിബെഞ്ചർ വാങ്ങിക്കുന്ന വ്യക്തിയെ ഡിബെഞ്ചർ ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഹി ഹാസ് ദ സ്റ്റാറ്റസ് ഓഫ് എ ക്രെഡിറ്റർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്രെഡിറ്റർ, കടക്കാരൻ, ക്രെഡിറ്റർ എന്നുള്ള ആ ഒരു പദവിയാണ് ഡിബെഞ്ചർ ഹോൾഡർക്കുള്ളത്. ഇപ്പോൾ ഡിബെഞ്ചർ ഹോൾഡർക്കുള്ള സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റർ, ഒരു കമ്പനിയുടെ ക്രെഡിറ്റർ എന്നുള്ള ഒരു സ്റ്റാറ്റസാണ് ഡിബെഞ്ചർ ഹോൾഡർക്കുള്ളത്. അപ്പോൾ എന്താണ് ഡിബെഞ്ചർ എന്ന് പഠിച്ചു. ഇതാണ് അതിൻ്റെ കണ്ടന്റ് ഒറ്റ വാക്കിൽ. ഇറ്റ് ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ബൈ എ കമ്പനി. റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, ഇതാണ് അതിൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം. എന്താണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്? വിച്ച് കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ്, എന്താ കാര്യങ്ങളായാലും ഇപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്, ഈ 2 കാര്യങ്ങളായിരിക്കും അതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്.
ഡിബഞ്ചർ കൈവശിച്ചിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡർ എന്ന് വിളിക്കുന്നു. കമ്പനിയുടെ ക്രെഡിറ്റർ എന്നുള്ള ഒരു സ്റ്റാറ്റസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ഇത്രയുമാണ് അതിൻ്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിന് കുറേ മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട് അല്ലേ. അപ്പോൾ ഡിബഞ്ചറിനുള്ള എന്തൊക്കെ മെറിറ്റ്സ് ആണ് ഡിബഞ്ചറിനുള്ളത്? ഒന്നാമത്തത്, ഇറ്റ് ഈസ് പ്രിഫേർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഹു വാണ്ട് ഫിക്സഡ് ഇൻകം അറ്റ് ലെസർ റിസ്ക്. ഡിബഞ്ചർ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഡിബഞ്ചർ വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നത് എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? ഫിക്സഡ് ആയിട്ടുള്ള വരുമാനം മാസാമാസം കിട്ടണം എന്ന ആഗ്രഹമുള്ള അറ്റ് ലെസർ റിസ്ക്, കുറഞ്ഞ റിസ്ക് ഉണ്ടാവാനും പാടില്ല. കുറഞ്ഞ റിസ്കിൽ മാസാമാസം ഫിക്സഡ് ആയിട്ടുള്ള ഒരു വരുമാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഡിബഞ്ചർ പ്രിഫർ ചെയ്യുന്നത് ഷെയറിനേക്കാളും. കാരണം ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്താണ്? കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയാലും ഒരു മാസം പ്രോഫിറ്റ് അല്ല ലോസ് ആണ് എങ്കിൽ പോലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കമ്പനി കൊടുത്തിരിക്കണം. ഇനി അതുപോലെ ഒരു മാസം ഹ്യൂജ് പ്രോഫിറ്റ് ഒരു കമ്പനിക്ക് ഉണ്ടായി, പക്ഷേ ഡിബഞ്ചർ ഹോൾഡർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും ഡിബഞ്ചർ ഹോൾഡർക്ക് അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. ഡിബഞ്ചർ ഹോൾഡർക്ക് ലോസ് ആയിരുന്നാലും ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നാലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു നിരക്കിലുള്ള പലിശയായിരിക്കും കിട്ടുന്നത്. അത് നഷ്ടമായിരുന്നാലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുത്തേ പറ്റൂ. ഇനി ഒരു മാസം ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലോ എങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഗുണവുമില്ല. കാര്യം എന്താണ്? അവർക്ക് കിട്ടുന്ന പോലെയുള്ള നിശ്ചിത ഫിക്സഡ് റേറ്റുള്ള ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ, അല്ലാതെ അഡീഷണൽ ഒന്നും കിട്ടില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ മെറിറ്റ്. എന്ന് പറയുന്നത് ഇത് പ്രിഫർ ചെയ്യുന്നത് ലെസർ റിസ്ക് ഫിക്സഡ് ഇൻകം അല്ലേ. ഫിക്സഡ് ഇൻകം ലെസർ റിസ്കിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. 2, ഡിബഞ്ചർ ഈസ് എ ഫിക്സഡ് ചാർജ് ഫണ്ട് ആൻഡ് നോട്ട് ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇതൊരു ഫിക്സഡ് ചാർജ് ഫണ്ടാണ്. കമ്പനിയുടെ പ്രോഫിറ്റ്, കമ്പനിക്ക് ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ വിഹിതം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ലാഭം കിട്ടുമ്പോൾ അത് ഒരിക്കലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടി വിനിയോഗിക്കേണ്ട ഒരു ആവശ്യകത കമ്പനിക്ക് വരുന്നില്ല. കമ്പനിയെ സംബന്ധിച്ചോളം നമ്മൾ ഈ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജൊക്കെ പഠിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ കളക്ട് ചെയ്യുന്ന പോലെ കമ്പനിക്കുള്ള മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇതൊരു ഫിക്സഡ് ചാർജ് ഫണ്ടാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഒരിക്കലും ഈ ഒരാവശ്യത്തിന് വേണ്ടി നമ്മൾ വീതിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കമ്പനിക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിബഞ്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് കമ്പനീസ് വിത്ത് സ്റ്റേബിൾ ഇൻകം. സ്ഥിര വരുമാനം ഉള്ള കമ്പനികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഏത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേബിൾ ഇൻകം, മാസാമാസം സ്റ്റേബിൾ ഇൻകം അങ്ങനെ പറയാൻ കാരണം ഏതെങ്കിലും മാസം കൃത്യമായിട്ട് വരുമാനം ഇല്ലെങ്കിൽ അവർ കടമെടുത്ത് പലിശ കൊടുക്കേണ്ടി വരും. ആർക്ക്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. കാരണം ഒരു കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിലും നഷ്ടമാണെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. അപ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഇൻകം ഉള്ള കമ്പനികൾക്കാണ് ഇത് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ് ആൻഡ് ദെയർഫോർ ഡിഡ് നോട്ട് ഡൈല്യൂട്ട് ദ കൺട്രോൾ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടവകാശം ഇല്ല. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോൾ, കമ്പനിയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ വോട്ടിടാനുള്ള അവകാശം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണുള്ളത്. അതൊരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഈസ് എ ലോ കോസ്റ്റ് ഫിനാൻസിങ് ആസ് കമ്പയർഡ് ടു ഷെയർസ്. ഷെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചിലവ് കുറഞ്ഞ ഒരു ധനശേഖരണ മാർഗമാണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടെന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം. കാരണം ഡിബഞ്ചറിന് കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആണ്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. എന്ന് വെച്ചാൽ കമ്പനി നികുതി കൊടുക്കുന്ന സമയത്ത് വരുമാനത്തിൽ നിന്നും അവർക്ക് എന്ത് കുറയ്ക്കാൻ സാധിക്കും? ഡിബഞ്ചറിന് കൊടുത്ത ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ബാക്കിയുള്ള തുകയ്ക്ക് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ഇപ്പോൾ ഡിബഞ്ചർ എന്ന് വെച്ചാൽ ഒരു ലോ കോസ്റ്റ് ഫിനാൻസിങ് ആണ് ഷെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടെന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. ഡിവിഡൻഡ് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം അല്ല, പക്ഷേ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത്. ഡിബഞ്ചറിൻ്റെ ലിമിറ്റേഷൻസ് അല്ലേ.
നമ്മൾ ഗുണങ്ങൾ പറഞ്ഞ ദോഷവും പറയും അല്ലേ? ഡിബഞ്ചറിൻ്റെ പോരായ്മകൾ, എന്തൊക്കെ പോരായ്മകളാണ് ഡിബഞ്ചറിനുള്ളത്? നമുക്കറിയാം ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാഭം ഉണ്ടെങ്കിലും നഷ്ടം ഉണ്ടെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള നിരക്കുള്ള പലിശ ഡിബഞ്ചർ ഹോൾഡറിന് കമ്പനി കൊടുക്കണം. അതുപോലെ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടും കമ്പനി ആർക്ക് തിരിച്ചു കൊടുക്കണം? ഡിബഞ്ചർ ഹോൾഡറിന് തിരിച്ചു കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡറിന് വോട്ടവകാശം ഇല്ല. പിന്നെ ഇത് ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഷെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ബെനിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ്, പോരായ്മകൾ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ക്രിയേറ്റ്സ് എ ഫിക്സഡ് ബർഡൻ ഓൺ ദ കമ്പനി വെൻ ഇൻകംസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ഈ ഡിബഞ്ചറിനുള്ള കൊടുക്കുന്ന പലിശ നമ്മൾ നേരത്തെ പഠിച്ചു. ഒരു മാസം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും, ലാഭം ഇല്ലെങ്കിൽ പോലും ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലേ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഒരു കമ്പനി കൃത്യമായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്, മസ്റ്റാണ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ക്രിയേറ്റ്സ് എ ഫിക്സഡ് ബർഡൻ ഓൺ ദ കമ്പനി. കമ്പനിയുടെ മേൽ അത് സ്ഥിരമായിട്ടുള്ളൊരു ഭാരം സൃഷ്ടിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ഏതെങ്കിലും മാസം ലാഭമില്ലെങ്കിൽ കമ്പനി കടമെടുത്തെങ്കിലും ആ മാസത്തെ പലിശ കൊടുക്കേണ്ടി വരും. പിന്നെ ഇൻകംസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്, വരുമാനം ഫിക്സഡ് അല്ല, ഫ്ലക്ച്വേറ്റിംഗ്, ഒരു മാസം കൂടുതൽ അടുത്ത മാസം കുറവ്, അങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളൊരു ലെവലിലാണ് ഒരു കമ്പനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചോളം ഒരു ഭാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് റെഡീമബിൾ എന്ന് പറഞ്ഞാൽ? ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റുന്ന, എന്താണ്, തിരിച്ച് കിട്ടാൻ പറ്റുന്ന എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഡിബഞ്ചർ തിരിച്ച് കമ്പനിക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ കമ്പനി പൈസ തരും. ആ ഒരു അവകാശമുള്ളതാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ദ കമ്പനി ഹാസ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ റീപേയ്മെൻറ്റ് ഓൺ ദ സ്പെസിഫൈഡ് ഡേറ്റ് ഈവൻ ഡ്യൂറിങ് ലോ ഇൻകം പീരീഡ്സ്. റെഡീമബിൾ ഡിബഞ്ചേഴ്സിനെ സംബന്ധിച്ചോളം കമ്പനി എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ഡേറ്റിൽ തിരിച്ചു കൊടുക്കണം എന്ന രീതിയിൽ അവർ പ്രൊവിഷനായിട്ട് എന്ത് ചെയ്യണം? ഒരു നിശ്ചിത തുക മാസം മാറ്റി വയ്ക്കണം. അങ്ങനെ മാറ്റി വെച്ചാലേ അതിൻ്റെ കാലാവധി ആകുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ കാലാവധി ആകുമ്പോൾ പണം തിരിച്ചു കൊടുക്കാൻ സമയമാകുമ്പോൾ പൈസ കയ്യിൽ കാണില്ല. അപ്പോൾ ഡിബഞ്ചറിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ദ കമ്പനി ഹാസ് ടു മേക്ക് പ്രൊവിഷൻസ്, ഒരു കരുതൽ നടത്തണം ഫോർ റീപേയ്മെൻറ്റ് ഓൺ ദ സ്പെസിഫൈഡ് ഡേ, നിശ്ചിത തീയതിയിൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള കരുതൽ അവർ നടത്തണം. ഈവൻ ഡ്യൂറിങ് ലോ ഇൻകം പീരീഡ്സ്, പണം തിരിച്ചു കൊടുക്കേണ്ടത് വരുമാനം കുറഞ്ഞ മാസങ്ങളാണെങ്കിൽ പോലും നമുക്ക് എക്സ്ക്യൂസ് പറയാൻ സാധിക്കില്ല. പറഞ്ഞ പീരീഡിൽ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിച്ച പണം അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നെക്സ്റ്റ്, മൂന്നാമത്തെ പോരായ്മ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റെഡ്യൂസസ് ദ ബോറോയിങ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി. കൂടുതൽ തുകയ്ക്ക് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പണം കൈപ്പറ്റിയാൽ അത് കമ്പനിയുടെ കടം വാങ്ങിക്കാനുള്ള കഴിവിനെ, ബോറോയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കൂടുതൽ പണം വാങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ മുന്നിൽ ഇദ്ദേഹം ഒത്തിരി ആൾക്കാരെ നിന്ന് പണം കടമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കടക്കാരനാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ എന്താണ്? ഡിബഞ്ചർ, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിച്ചു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, വിവിധ തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്, നമുക്ക് പഠിക്കും. ഒന്ന്, സെക്വേർഡ് ആൻഡ് അൺസെക്വേർഡ്. എന്താണ് സെക്വേർഡ്? പേര് കേൾക്കുമ്പോൾ അറിയാം, സുരക്ഷിതത്വമുള്ള സെക്വേർഡ് ഡിബഞ്ചേഴ്സ്. സെക്വേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റുകൾ മേൽ ഈട് അല്ലെങ്കിൽ ചാർജ് ഉള്ള, അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റിന്മേൽ മോർട്ട്ഗേജ് നടത്തി എടുക്കുന്ന ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഡിബഞ്ചറിന് കമ്പനി പൈസ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഏതിന്മേലാണോ ഈടുള്ളത് ആ അസറ്റ് വിറ്റ് പൈസ എടുക്കാൻ സാധിക്കും. സെക്വേർഡ് ആൻഡ് അൺസെക്വേർഡ് ഡിബഞ്ചേഴ്സ്. സെക്വേർഡ് ഡിബഞ്ചേഴ്സ് ആർ സച്ച് വിച്ച് ക്രിയേറ്റ് എ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റിന്മേൽ ഒരു നിശ്ചിത തുക, ഒരു ഈട്, ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിബഞ്ചേഴ്സാണ് സെക്വേർഡ് ഡിബഞ്ചേഴ്സ്. എന്താണ് ചാർജ് എന്ന് പറയുന്നത്? 10,000 രൂപയുടെ ഡിബഞ്ചറാണ് കമ്പനിയുടെ നിന്ന് വാങ്ങിച്ചതെങ്കിൽ സെക്വേർഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും അസറ്റിന് മേൽ ഒരു ചാർജ് കൂടെ ഉണ്ടായിരിക്കും.
അപ്പോൾ എനിക്ക് പൈസ പറഞ്ഞ പീരീഡിൽ പൈസ തരാൻ കമ്പനിക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ആ അസറ്റ് വിറ്റ് പണം കൈപ്പറ്റാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പോൾ അതാണ് സെക്യൂർഡ് ഡിബഞ്ചർ. അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിലോ ഈ പറഞ്ഞ അവകാശം ഇല്ലാത്ത ഡിബഞ്ചേഴ്സ് ആണ് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ആർ സച്ച് which create a charge on the assets of the company, thereby mortgaging the assets of the company. നെക്സ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആൻഡ് ബിയറർ ഡിബഞ്ചേഴ്സ്. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ കൃത്യമായിട്ട് പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സാണ്, അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിൻ്റെ പ്രത്യേകത, രജിസ്റ്റേർഡ് ഡിബഞ്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്പനി സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അതിൽ കൃത്യമായിട്ട് പേരെഴുതിയിരിക്കും. ദീസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൺലി ത്രൂ എ റെഗുലർ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ. റെഗുലറായിട്ടുള്ള ഒരു ട്രാൻസ്ഫറിൽ മാത്രമേ ഇത് നമുക്ക് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിനെ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഡിബഞ്ചർ രജിസ്റ്റേർഡ് ഡിബഞ്ചർ ആണെങ്കിൽ മറ്റൊരാളിന് എനിക്ക് അത് കൈമാറണമെങ്കിൽ എനിക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് കൈമാറാൻ പറ്റില്ല. അതിന് കുറച്ച് കൈമാറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമ നടപടിക്രമങ്ങളുണ്ട്, അതെല്ലാം ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻ കോൺട്രാസ്റ്റ്, ഇനി വിരുദ്ധമായിട്ട് ദ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി, വളരെ ഈസിയായി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന അവയെ നമ്മൾ ബിയറർ ഡിബഞ്ചേഴ്സ് എന്നറിയപ്പെടും. ഇപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സും ബിയറർ ഡിബഞ്ചേഴ്സും. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സൂക്ഷിക്കുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഡിബഞ്ചേഴ്സാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഡിബഞ്ചേഴ്സ് ആണെങ്കിലോ അത് നമ്മൾ ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് വിളിക്കും. ഇൻ കോൺട്രാസ്റ്റ് ദ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി, രേഖയിലൊന്നും കാണിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈമാറാൻ പറ്റുന്നവയാണ് ബിയറർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സും ബിയറർ ഡിബഞ്ചറും. രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി ബിയറർ ഡിബഞ്ചേഴ്സ് ആണെങ്കിലോ ദ ഡിബഞ്ചേഴ്സ് വിച്ച് ആർ ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി, വളരെ ഈസി ആയിട്ട് ബുക്കിൽ നിന്ന് രേഖപ്പെടുത്താതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യുവാൻ പറ്റുന്ന ഡിബഞ്ചറുകളാണ് ബിയറർ ഡിബഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് കൺവെർട്ടിബിൾ ആൻഡ് നോൺ കൺവെർട്ടിബിൾ. കൺവെർട്ടിബിൾ, നമ്മൾ നേരത്തെ കൺവെർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ പഠിച്ചു. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസ്. അതുപോലെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആണ്. കൺവെർട്ടിബിൾ ആൻഡ് നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. എന്താണ് കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ, ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറുകളെ നമ്മൾ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയും. കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആർ ദോസ് ഡിബഞ്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി കൺവെർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സ്പെസിഫിക് പീരീഡ്. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറുകളെ നമ്മൾ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്നറിയപ്പെടും. അതേസമയത്ത് നോൺ കൺവെർട്ടിബിൾ ആണെങ്കിലോ, ഓൺ ദി അതർ ഹാൻഡ്, നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആർ ദോസ് വിച്ച് കനോട്ട് ബി കൺവെർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറുകളെ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്നും, ഇക്വിറ്റി ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചറുകളെ നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് എന്നും അറിയപ്പെടുന്നു. കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആർ ദോസ് ഡിബഞ്ചേഴ്സ് that can be converted into equity shares after the expiry of a specified period. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചറുകൾ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സും, അങ്ങനെ കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചേഴ്സ് നോൺ കൺവെർട്ടിബിൾ ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിബഞ്ചേഴ്സ്. എന്താണ് ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്? പണം തിരിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴാണോ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തുക തിരിച്ചു കൊടുക്കുന്നത്, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മറ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ മുന്നേ പണം കിട്ടാനുള്ള അവകാശം ഉള്ള, അവർക്ക് കിട്ടുന്നതിന് മുൻപേ പണം റിസീവ് ചെയ്യാനുള്ള അവകാശമുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സാണ് ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ഡിബഞ്ചേഴ്സ്
ദാറ്റ് ആർ റീപെയ്ഡ് ബിഫോർ അതർ ഡിബഞ്ചേഴ്സ് ആർ റീപെയ്ഡ്. മറ്റ് ഡിബഞ്ചേഴ്സിന് റീപേ ചെയ്യുന്നതിന് മുൻപ് റീപേ ചെയ്യുന്ന ഡിബഞ്ചേഴ്സാണ് ഫസ്റ്റ് ആൻഡ് ആർ നോൺ as ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്. ദ സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ആർ ദോസ് വിച്ച് ആർ പെയ്ഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ് ഡിബഞ്ചേഴ്സിന് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് കൊടുത്തതിന് ശേഷമായിരിക്കും ആർക്ക് കൊടുക്കുന്നത്? സെക്കൻഡ് ഡിബഞ്ചേഴ്സിന് പണം കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിബഞ്ചേഴ്സും സെക്കൻഡ് ഡിബഞ്ചേഴ്സും. ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് എന്താണ്? മറ്റ് ഡിബഞ്ചേഴ്സിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുൻപ് അതിന് മുൻപേ തന്നെ എന്ത് ചെയ്തു? പലിശയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഡിബഞ്ചേഴ്സാണ് ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്. സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ആണെങ്കിലോ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊരു കാര്യം കൂടുതൽ പഠിക്കാനുണ്ട്. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. നമുക്ക് ആദ്യം അതിൻ്റെ ബേസിസ്, അതിൽ ഓണർഷിപ്പ്, ഉടമസ്ഥത. ഷെയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഷെയർ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. എന്താണ് ഓണർഷിപ്പ് സെക്യൂരിറ്റി എന്ന് പറയാൻ കാര്യം? ആരാണോ ഷെയർ വാങ്ങിക്കുന്നത് അയാൾ എന്താണ്? കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ്. അതുപോലെ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ അദ്ദേഹം കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളാണ്. അതുപോലെ വോട്ടിംഗ് അവകാശമുണ്ട്. ഇനി അടുത്ത ഡിബഞ്ചേഴ്സ് ആണെങ്കിലോ ഡിബഞ്ചർ ഈസ് എ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി. അതൊരു ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ് അല്ലേ? കടക്കാർക്ക് അല്ലേ? കമ്പനി ആർക്കൊക്കെയാണ് പൈസ കൊടുക്കാനുള്ളത്, അങ്ങനെ അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓണർഷിപ്പാണ്. അതിൽ കമ്പനി എന്ന് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. അതേസമയം ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയാണ്. രണ്ടാമത്തെ കാര്യം പൊസിഷൻ, സ്ഥാനം. എ ഷെയർ ഹോൾഡർ ഈസ് എൻ ഓണർ ഓഫ് ദ കമ്പനി. ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ്, ഷെയർ ഹോൾഡർ. എ ഡിബഞ്ചർ ഹോൾഡർ ഈസ് എ ക്രെഡിറ്റർ ഓഫ് ദ കമ്പനി. അതേസമയം ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ്? ഒരു ക്രെഡിറ്ററാണ്. അപ്പോൾ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണറാണ്. ഡിബഞ്ചർ ഹോൾഡർ എന്ന് വെച്ചാൽ കമ്പനിയുടെ ക്രെഡിറ്ററാണ്, കടക്കാരൻ. മൂന്നാമത്തത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഷെയറിൻ്റെ കേസിൽ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ് ആസ് ദ റിട്ടേൺ. ഷെയർ ഹോൾഡേഴ്സിന് പ്രതിഫലമായിട്ട് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ് ആസ് ദ റിട്ടേൺ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെങ്കിലോ അവർക്ക് കൊടുത്ത പൈസയ്ക്ക് പകരമായിട്ട് ഡിവിഡൻഡ് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഡിവിഡൻഡ് ആസ് ദ റിട്ടേൺ. ഷെയർ ഹോൾഡേഴ്സിന് പ്രതിഫലമായിട്ട് ഡിവിഡൻഡ് കിട്ടുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പലിശയാണ് പകരമായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ്, ഗ്യാരണ്ടി റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏണിങ്സ് ഓഫ് ദ കമ്പനി. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് തിരിച്ചു കിട്ടുന്ന വരുമാന നിരക്ക് അല്ലേ? അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, മാറിക്കൊണ്ടിരിക്കും. ഡിപ്പെൻഡിങ് അപ്പോൾ കമ്പനിയുടെ ഏണിങ്സ്, വരുമാനം എത്രയാണോ അതിനെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കും. അതേസമയം ഡിബഞ്ചറിൻ്റെ കാര്യം എടുത്താലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ്. കമ്പനിക്ക് ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയാലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു നിരക്കിൽ ആൾക്കാർക്ക് എന്ത് കൊടുക്കും? പലിശ കൊടുത്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, ഷെയർസ്, വോട്ടിംഗ് അവകാശം. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടവകാശമുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടവകാശം ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണത്. നെക്സ്റ്റ്, റെഡീമബിലിറ്റി. എന്താണ് റെഡീം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഷെയർ വാങ്ങിച്ച ആൾക്കാർ തിരിച്ച് കമ്പനിയിലേക്ക് ഷെയർ കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഡിബഞ്ചർ വാങ്ങിയ നേരത്തെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് റെഡീം ചെയ്യുക, ഡിബഞ്ചർ അല്ലേ? അപ്പോൾ നോക്കാം, ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത് ഡിവിഡൻഡാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. നെക്സ്റ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, കമ്പനിയുടെ ഏണിങ്സ് അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതേസമയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, കമ്പനിയുടെ പ്രോഫിറ്റ് ലോസോ അതിനെ ബാധിക്കാതെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഏതിന് കിട്ടുന്നത്? ഡിബഞ്ചറിന് കിട്ടുന്നത്. നെക്സ്റ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഹാവ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് വോട്ടവകാശമുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടവകാശമില്ല. നെക്സ്റ്റ്, ഷെയർസ് കനോട്ട് ബി റെഡീംഡ്. ഷെയറുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡീം ചെയ്യാൻ പറ്റില്ല, എക്സെപ്റ്റ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. കയ്യിലിരിക്കുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡീം ചെയ്യാൻ പറ്റില്ല. റെഡീം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ഷെയർ വാങ്ങിച്ച ആൾക്കാർ ആ ഷെയർ തിരിച്ച് കമ്പനിയിൽ ഏൽപ്പിക്കുന്നു, കമ്പനി പൈസ തിരിച്ചു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യുന്നു. അതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള മറ്റൊരു ഡിഫറൻസ് ആണ് റെഡീമബിലിറ്റി.
ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ പണം തിരിച്ചു കിട്ടാനുള്ള മാർഗം റെഡീമബിലിറ്റി. ഷെയർസ് കനോട്ട് ബി റെഡീംഡ്, ഷെയറുകളായിട്ട് റെഡീം ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഒഴിച്ച് മറ്റ് ഷെയറുകളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, റെഡീം ചെയ്യാൻ സാധിക്കില്ല. ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ലൈഫ് പീരീഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡീമബിൾ ഡിബഞ്ചേഴ്സിനെ നമുക്ക് ഡിബഞ്ചറുകളെ റെഡീം ചെയ്യാം, ലൈഫ് പീരീഡിൽ റെഡീം ചെയ്യാം. പക്ഷേ ഷെയറുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫ് പീരീഡിൽ റെഡീം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഷെയറും ഡിബഞ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ എന്ന് പറയുന്നത് ഓണർഷിപ്പ് സെക്യൂരിറ്റിയും ഡിബഞ്ചർ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയുമാണ്. ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓണറാണ്, ഡിബഞ്ചർ ഹോൾഡർ കമ്പനിയുടെ ക്രെഡിറ്ററാണ്. ഷെയറിന് പ്രതിഫലമായിട്ട് ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രതിഫലമായിട്ട് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ. ഡിബഞ്ചറിന് കിട്ടുന്ന വരുമാന നിരക്ക് അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, എല്ലാ മാസവും സ്ഥിരമായിരിക്കില്ല, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതുപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഓട്ടവകാശം ഇല്ല. നെക്സ്റ്റ് റെഡീമബിലിറ്റി. ഷെയറുകളെ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കും ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞതിന് ശേഷം. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി റെഡീംഡ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. അതേസമയം റെഡീമബിൾ ഡിബഞ്ചറാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ റെഡീം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയും എന്തെങ്കിലും കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ എന്തെങ്കിലും സംശയമുണ്ടോ? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സമയമാവാറായി. അപ്പോൾ നമുക്ക് ക്ലാസ് എങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും? ഓക്കെ, ഡൗട്ടില്ല. ഓക്കെ, അപ്പം നമുക്കെങ്കിൽ പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് മറ്റൊരു കാര്യം, 8ാമത്തെ ചാപ്റ്റർ തീരുമ്പോൾ 8ാമത്തെ ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പറിന് വേണ്ടി റെഡി ആയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്ക് 7ാമത്തെ തിരുത്തി തന്നതിന് ശേഷമേ 8ാമത്തത് നടത്തുള്ളൂ കേട്ടോ. 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഓവറോൾ മാർക്ക് ഇടേണ്ടതായിട്ടുണ്ട്. അതുപോലെ 7ാമത്തത് ഞാൻ കുറച്ച് കുട്ടികൾക്ക് തിരുത്തി നൽകി, ഇനി കുറച്ച് കുട്ടികൾ കൂടെ നൽകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഇടണം. പിന്നെ 8ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഞാൻ 10ാമത്തെ അധ്യായത്തിൻ്റെ നോട്ട്സ് ഇന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അധ്യായത്തിൻ്റെ PDF ഞാൻ അയച്ചിട്ടുണ്ട്, മലയാളവും ഇംഗ്ലീഷും. ഇനി മലയാളത്തിലുള്ള നോട്ട് ഞാൻ പിന്നാലെ അയക്കാം. പിന്നെ ഇംഗ്ലീഷിൻ്റെ നോട്ട്സ് ഞാൻ അയച്ചിട്ടുണ്ട്, എല്ലാവരും എഴുതിയെടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫോക്കസ് ഏരിയ നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളെ വൈകുന്നേരം 5 മണിക്ക് അടുത്ത ക്ലാസ്. ഓക്കെ, അപ്പോൾ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ലെഫ്റ്റ് ആയിക്കോളാം, അടുത്ത ക്ലാസ്സിൽ നിന്ന് കയറണമല്ലോ. ഓക്കെ, താങ്ക് യു. ഷിൻഡോയും ധീരജും. ധീരജ് അവിടെ ഇല്ലേ? ധീരജ്